Elite Kerala Premier League match day number 59 and match number 63. 63ാമത് മത്സരത്തിൽ ഇപ്പോൾ ഇന്റർ കേരള FC സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയുമായാണ് ഏറ്റുമുട്ടാനായി തയ്യാറെടുക്കുന്നത്. ഇവിടെ പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരിയിൽ സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി. സെന്റ് ജോസഫ്സിന്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മറ്റുകുമാരി മത്സരത്തിന്റെ തത്സമയ കളി വിവരണവുമായി നിങ്ങൾക്കൊപ്പം ബോൾ മൂവ്മെന്റുകൾ, പാസിംഗ് ആക്യുറസി കുറച്ചുകൂടി ബെറ്റർ ആക്കി കൊണ്ട് നടക്കുന്ന അതേ ടീം. വാർഡൻ ഓപ്പണിംഗ് അവിടെ ഇന്റർ കേരള മത്സരത്തിന്റെ 6ാമത് മിനിറ്റിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തുറന്നെടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ ഒരു പാസിംഗിന്റെ കാര്യത്തിൽ, പാസിംഗ് ആക്യുറസിയുടെ കാര്യത്തിൽ എത്രത്തോളം മികച്ചാണ് അവരെ നിൽക്കുന്നത്. മറുപടി കൊടുക്കാൻ അവിടെ വീണ്ടും സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി ഓവർലാപ്പ് ചെയ്ത് നല്ലൊരു പന്ത് ഇൻസൈഡിലേക്ക് കട്ട് ചെയ്ത് നല്ലൊരു ഡെലിവറി ആൻഡ് ആ ഒരു പന്ത് കൃത്യമായി ക്ലിയർ ചെയ്ത് പുറത്തേക്ക് എത്തിക്കുന്നു, കയറി വരുന്നു. സോ അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിലും ഫോർവേഡ് ലൈനിലും ഉള്ള താരങ്ങൾക്ക് ഒരേ രീതിയിൽ തന്നെ സപ്പോർട്ട് കിട്ടുന്നു. അബൂദി വീണ്ടും 18-yard ഏരിയയിൽ അബൂദി കട്ട് ബാക്ക് പാസ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇന്റർ കേരള സ്കോറിംഗ് their first goal. 32ാമത് മിനിറ്റിൽ ഏറ്റവും മനോഹരമായ ഒരു മുന്നേറ്റം വഴി അവിടെ അബൂദി തുറന്നെടുത്ത നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെ വലയ്ക്കകത്തേക്ക് എത്തിച്ചുകൊണ്ട് വീണ്ടും അതീന്ദ്രൻ മത്സരത്തിലെ ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നു. ഇതായിരുന്നു ആ മുന്നേറ്റം. ലെഫ്റ്റ് ഫ്ലാങ്കിൽ ആ വീണ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അബൂദി. സവിയോ അബൂദി, ബ്യൂട്ടിഫുൾ, വാട്ട് എ ബോൾ. വൺസ് അഗൈൻ അബൂദി പെനാൽറ്റി ഏരിയയിലേക്ക് കട്ട് ചെയ്ത് ഇൻസൈഡിലേക്ക് നല്ല ഒന്നാം തരം ഒരു പന്ത് കൊടുക്കുന്നു. പക്ഷേ ഫൈനൽ ഡെലിവറി വന്ന സമയത്ത് ഓഫ് സൈഡിലായിരുന്നു ആ പൊസിഷനിലുള്ള താരം. ഇൻസൈഡിലേക്ക് കൊടുത്ത ആ ഒരു സമയത്ത് ആ ഒരു ബ്രില്യൻസ് കാണുക അബൂദി ആ പന്ത് കൊടുക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ഡിഫ്ലക്ഷനോട് കൂടി തന്നെയാണ് ആ പാസ് പെനാൽറ്റി ഏരിയയിലേക്ക് 18-yard ഏരിയയിലേക്ക് വന്നിറങ്ങുന്നത്. ഡിപ്പ് ചെയ്ത ബോൾ പക്ഷെ രണ്ടാമത് ക്ലെയിം ചെയ്യാൻ ഒരു കൗണ്ടറിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിക്ക്. ഒരു ബ്യൂട്ടിഫുൾ പാസ് ആക്കി അതിനെ മാറ്റുന്നു. പെനാൽറ്റി ഏരിയയിലേക്ക് 18-yard ഏരിയയിലേക്ക് കടന്നു കയറുന്നു സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി. And that's St. Joseph's College ദേവഗിരി for you. മത്സരത്തിലെ 44ാമത് മിനിറ്റിൽ മികച്ചൊരു തിരിച്ചുവരവ്, ഒരു മധുര മനോഹര ഗോളുമായി സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി ഈ മാച്ചിലേക്ക് തിരിച്ചു വരുന്നു. 3 മിനിറ്റാണ് അധിക സമയം ഒന്നാം പകുതിക്ക്. ആ 3 മിനിറ്റ് അധിക സമയത്തിന് തൊട്ട് മുൻപ് നല്ലൊരു കൗണ്ടർ അറ്റാക്ക് തുറന്നെടുത്തുകൊണ്ടാണ് സെന്റ് ജോസഫ്സ് കോളേജിലേക്ക് തീർച്ചയായും അവർക്ക് എത്തിപ്പെടാൻ കൃത്യമായി കഴിയുന്നു. അതോടുകൂടി ഒന്നാം പകുതിയുടെ അവസാനത്തിൽ 1-1 സമനിലയിലേക്ക് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ അടിച്ച് ഒന്നാം പകുതിയുടെ ഇടവേള വിസിൽ മുഴങ്ങുമ്പോൾ ഡഗൌട്ട് അവിടെ വീണ്ടും സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയുടെ ടച്ചോടുകൂടി തന്നെയാണ് മത്സരത്തിന്റെ ആവേശത്തിലേക്ക് വീണ്ടും തുടക്കമാവുന്നത്. വീണ്ടും ആ വാളിലടിച്ച് തിരിച്ചു വരുന്നു. മിഥിലാജും ജസീലും രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയി കടന്നു വന്നതാണ്. ഇന്റർ കേരള മത്സരത്തിന്റെ 82ാമത് മിനിറ്റിൽ മിഥിന്റെ കാലുകളിൽ നിന്ന് വരുന്ന ഗോളോടുകൂടി മുന്നിലേക്ക് വീണ്ടും ഇറ്റ്സ് ഇന്റർ കേരള FC 2 ആൻഡ് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി 1. ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് 82ാമത് മിനിറ്റിൽ ഇന്റർ കേരള മുന്നിലേക്ക് എത്തുമ്പോൾ ഡിഫറൻസ് -2 ആവുകയും ആ -2 ഗോൾ ഡിഫറൻസ് വെച്ച് പരമാവധി അവർക്ക് പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനം വരെ ക്ലെയിം ചെയ്യാൻ അവർക്ക് കഴിയും. 8 അല്ലെങ്കിൽ 9 സ്ഥാനങ്ങളിലേക്ക് അവർക്ക് കറന്റ്ലി കടന്നു കയറാനായി സാധിക്കും. വീണ്ടും നല്ലൊരു ഓപ്പണിംഗ് ആണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയുള്ള തപ്പലിലാണ് വീണ്ടും സൽമാൻ ഫാരിസ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി, 1-നെതിരെ 3 ഗോളുകളുടെ മികച്ച വിജയത്തിലേക്ക് കടന്നു കയറാൻ ബിപിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഒപ്പം ഇന്റർ കേരളയ്ക്കും 96ാമത് മിനിറ്റ് ബിപിന്റെ പെനാൽറ്റി, ബിപിൻസ് പെനാൽറ്റി സ്ട്രൈറ്റ് ഇൻടു ദ ഗോൾ ആൻഡ് ഇന്റർ കേരള 3-1 എന്ന സ്കോർ നിലയിൽ മത്സരം ലീഡ് ചെയ്യുന്ന കാഴ്ച. 86ാമത് മിനിറ്റിൽ ബിപിന്റെ കാലിൽ നിന്ന് വന്ന മികച്ചൊരു പെനാൽറ്റി ഗോളോടുകൂടി ഇന്റർ കേരള മത്സരത്തിൽ അവരുടെ ആ ഒരു 3 പോയിന്റ് കൃത്യമായി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം. സ്ഥാനങ്ങളിൽ നിന്ന് 12ാമത് പൊസിഷനിൽ നിന്ന് ഇപ്പൊ കറന്റ്ലി 1-നെതിരെ 3 ഗോളുകളുടെ നല്ലൊരു വിജയത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു കറുത്ത കുതിരയുടെ പടയോട്ടമായി മാറാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് വീട് കിട്ടുന്നത്. ആൻഡ് നല്ലൊരു ഡെലിവറി വൺസ് അഗൈൻ ആൻഡ് ആ ഗോൾ വഴി ഈ ഒരു മത്സരവും 3 പോയിന്റുകളും അവിടെ സീൽ ചെയ്യുകയാണ് സവിയോ. ആൻഡ് ഇറ്റ്സ് സവിയോ ഫോർ യു. മത്സരത്തിലെ 94ാമത് മിനിറ്റിൽ സാവിയോയുടെ ഗോളോടുകൂടി ഈ മത്സരം അങ്ങനെ തന്നെ സേവ് ചെയ്യുന്നു. 2-1 എന്ന തോൽവിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഗോൾഡൻ ത്രെഡ്സ് എഫ്സിക്കെതിരെ. പക്ഷെ ഈ ഒരു മത്സരത്തിൽ അതിൽ നിന്ന് മികച്ച തിരിച്ചുവരവ്
സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിക്കെതിരെ 1-4 ഗോളുകളുടെ മികച്ച വിജയം കരസ്ഥമാക്കിക്കൊണ്ടാണ് ഇന്റർ കേരള ഫുട്ബോൾ ക്ലബ് ഈ ഒരു മത്സരത്തിൽ